എന്താണ് ഒരു ഫീല് BJP പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്? എനിക്ക് വലിയ നന്ദി തോന്നുന്നുണ്ട്. ഇപ്പോൾ വലിയ കടപ്പാട്, ഒരു കൃതജ്ഞത ഒക്കെ പാർട്ടിയോട് തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു പാർട്ടി വന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ജനങ്ങളെ സേവനം ചെയ്യാനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് മോദി വന്നപ്പോൾ സ്റ്റേജ് പിണങ്ങി നിന്നല്ലോ. പിണങ്ങി നിന്നില്ല. അത് പിണങ്ങി എന്നുള്ളത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കിയെടുത്ത കഥയാണ്. അത് മൂലയായിരുന്നു എൻ്റെ സ്ഥാനം. എനിക്ക് അവിടെ തന്നിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു മൂലയായിരുന്നു. നമ്മുടെയൊക്കെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ VVIP വരുമ്പോൾ ലൈനപ്പിൽ തന്നെ ഒരു സ്ഥാനം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പാർട്ടിയിലുള്ള ആദ്യമുള്ള പാർട്ടി പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി, പാർട്ടി പ്രസിഡന്റ്, മേയർ തുടങ്ങി ഇങ്ങനെ സ്ഥാനം വെച്ചിട്ടല്ലേ പോണേ. അതുപോലെയാണ് ഇരിപ്പിടത്തിൻ്റെ സ്ഥാനം നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ SPG എന്ന് പറയുന്ന ആൾക്കാരാണ്. പ്രധാനമന്ത്രിയുടെ SPG രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ പറയും, അല്ല ഇന്ന ആൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ കൊടുക്കണം, പ്രധാനമന്ത്രി പുറകിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ SPG അതനുസരിച്ച് മോഡുലേറ്റ് ചെയ്യും. പക്ഷേ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന എനിക്കും മറ്റൊരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സലാം സാറിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലുള്ള പുറകിലുള്ള സീറ്റുകളായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന താമരാക്ഷൻ ആയിരുന്നു. എൻ്റെ ഇപ്പുറത്തിരിക്കേണ്ടത് പത്മജയായിരുന്നു. പത്മജ അന്ന് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സീറ്റിൻ്റെ പുറകെ, പത്മജ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാനല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചു കയറി പോകാതിരിക്കാൻ പാടുണ്ടോ? എല്ലാവരും പോയില്ലേ? അല്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം പോയാൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം ആരെയും ശ്രദ്ധിക്കില്ല, ആരും കാണില്ല. ഒരു VIP എൻട്രൻസ് ആ വശത്തൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചു കയറി പോവാം. പക്ഷേ ഹി വിൽ നോട്ട് നോട്ടീസ്. അദ്ദേഹം അപ്പോഴേക്കും അങ്ങ് പോവില്ല.